ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ് വ്ലോഗല്ല കേട്ടോ. എപ്പോഴും സ്റ്റിച്ചിങ് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു കിച്ചൺ വ്ലോഗാണേ. അപ്പം കുറേ ദിവസമായില്ലേ കായലൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊന്ന് കായലൊക്കെ കാണിച്ചിട്ട്, കായലും നല്ല കാറ്റും നല്ല സുഖമാണ് കേട്ടോ. അപ്പം എനിക്ക് ജോലിയൊക്കെ ഇല്ലാത്തൊരു ദിവസമായിരുന്നു. രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ഒത്തിരി വൈകി വന്നപ്പോഴേക്കും കുട്ടികളെ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. ഞാനും ചേട്ടനും കൂടിയിട്ടാണ് പോയത്. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ചായയൊക്കെ കഴിച്ചു. രണ്ടുപേരും എടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ വെയിലത്ത് വന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര ക്ഷീണമായിപ്പോയി. പിന്നെ അങ്ങ് ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങ് വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് പോയി. നോക്കിയപ്പോഴേക്കും 12:30 ചോറ് വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ക്ഷീണിച്ചങ്ങ് വന്നതുകൊണ്ടേ അങ്ങ് ഇരുന്നങ്ങ് എന്താ പറയുക, ഒരു മടുപ്പായിപ്പോയി. അയ്യോ, ഇനി പെട്ടെന്നെല്ലാം റെഡിയാക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ ചാടി എഴുന്നേറ്റ്. അപ്പോൾ ചോറ് ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അരിയൊക്കെ കഴുകിയിടാം. അപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് റെഡിയാകുമല്ലോ. പിന്നെ എന്താ പറയുക, ഇന്ന് എന്ത് കറി വെക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ സമയം പോയതേ അറിഞ്ഞില്ല. സാധാരണ ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കൽ കുറവാണല്ലോ. നമ്മൾ എപ്പോഴും രാവിലെ 7:30 പോയിട്ട് പിന്നെ 3:30 വന്നാൽ അങ്ങനെ ഇരിക്കാറൊന്നുമില്ല. ഇതിപ്പോൾ അവധി ആയതുകൊണ്ട് ഇങ്ങനെ ഇരുന്നങ്ങ് വർത്താനം പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. താഴേന്ന് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോയി. അപ്പോൾ വേഗം അങ്ങ് കഞ്ഞിക്കിടാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ വെള്ളം വെച്ചിട്ട് അരിയൊക്കെ കഴുകി ഇടാൻ പോവുകയാണ്. അപ്പം ഞങ്ങളുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആമിക്കും ഗൗതുവിനൊക്കെ പരാതിയാണ് കേട്ടോ. എല്ലാവരും വെക്കേഷനായിട്ട് അമ്മ വീട്ടിലൊക്കെ പോകുന്നു, ഞങ്ങൾക്ക് മാത്രം പോകാൻ എവിടെയും സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു പരാതി. അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ അവർ ചിറ്റയും ചിറ്റയുടെ മക്കളും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ദിവസം അവിടെ കൂടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി, ആദ്യം കുട്ടികളും അമ്മയും അച്ഛനും കൂടിയാണ് കേട്ടോ പോയത്. പിന്നെ ഇവർ പോയെന്നാണ്ടല്ലോ നമുക്കൊരു ബോറടി ആയിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇവരില്ലാഞ്ഞിട്ട് സമയം പോകുന്നേ ഉണ്ടായിരുന്നില്ല. ദൈവമേ, എങ്ങനെ സമയം പോകുമെന്ന് ഓർത്ത് ഞങ്ങൾ ഒരു ദിവസമൊക്കെ തള്ളി നീക്കി. പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് ഞങ്ങളും പറഞ്ഞു, അമ്മേ ഞങ്ങളും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചിറ്റ പറഞ്ഞു നിങ്ങൾ വായോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളും കൂടി ചെന്ന് അന്ന് ഞങ്ങളെല്ലാവരും അവിടെ നിന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ പിള്ളേർക്ക് അവരും പറയുന്നത് ശരിയാണ്. എനിക്ക് എൻ്റെ വീടെന്ന് പറയാനായിട്ട് അവിടെ ആരും ഇല്ലല്ലോ, അച്ഛനും അമ്മയൊന്നും ഇല്ല. അപ്പം അവരെവിടെ പോകാനാണ്. അപ്പം ഇങ്ങനെയൊക്കെ എന്തായാലും അവർക്കൊരു ചേഞ്ച് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ ഒരു ദിവസം. എന്തായാലും ഒത്തിരി സന്തോഷമായി എല്ലാവരും കൂടി അങ്ങനെ നിൽക്കുമ്പോൾ. ഒരു രസമല്ലേ. അപ്പോൾ താഴെ ഞങ്ങൾ പോയപ്പോൾ അനിയനും അവരും കൂടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവിടെ അങ്ങനെ നിന്നു. അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ നിന്നിട്ട് പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോകാമെന്ന് വിചാരിച്ച്, അവധി ആയതുകൊണ്ടിട്ടേ. അപ്പോൾ കുറേ നാളായി അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് പോകാമെന്ന് നിന്നാൽ പിന്നെ നടക്കില്ല, അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വേഗം പോയിട്ട് വന്നിട്ട് പിന്നെ വെയിലത്തൊക്കെ വന്നുകൊണ്ടായിരിക്കും ക്ഷീണമായിപ്പോയെന്നേ. അപ്പോൾ ഇത് കുടിവെള്ളം മുതൽക്ക് വെക്കണം. അപ്പം ഞാൻ ചോറും വെള്ളവും അങ്ങോട്ട് വെച്ചിട്ട് ഇനി കറി എന്തെങ്കിലും ആക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ പോലും ഒന്നുമില്ല ഇന്ന് എന്ത് ചെയ്യും. നമുക്ക് സാധാരണ വലകെട്ടൊക്കെ ഉള്ളപ്പോഴത്തേക്ക് മീനൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ദിവസം ഉണ്ടായില്ലല്ലോ. അപ്പോൾ ചെടികളൊക്കെ അങ്ങ് ഇലയൊക്കെ പഴുത്ത് ഇതായിട്ടൊക്കെ നിൽക്കുന്നു കേട്ടോ. ചൂട് കൊണ്ടിട്ടേ സാധാരണ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഒന്ന് നനച്ചൊക്കെ കൊടുക്കും. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേന്നേ. ഒന്നാമത് ആ കിച്ചൻ്റെ ഭാഗത്ത് ഇച്ചിരി വെയിലും അടിക്കും അവിടെ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് അതൊക്കെ അങ്ങോട്ട് പഴുത്ത് ഇതാവും ഇലയൊക്കെ. അപ്പം ഞാൻ എല്ലാത്തിനും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചൊക്കെ കൊടുക്കുവാണേ. പിന്നെ ഇവിടെ ഈ ആമിയാണ് കേട്ടോ ഈ കുപ്പിയിലൊക്കെ പെയിൻറ്റ് ചെയ്തൊക്കെ വെക്കുന്നത്. ഒരു കുപ്പി കിട്ടിയാൽ മതി, അപ്പം തന്നെ എടുത്ത് പെയിൻറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ വെക്കാൻ തുടങ്ങും. അപ്പം ഞാൻ പിന്നെ അത് കളയണ്ടല്ലോ, കുഞ്ഞ് ചെയ്തതല്ലേ, ഇത്രയും ക്ഷമകെട്ടൊക്കെ ഇരുന്ന് ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മണി പ്ലാന്റോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാമല്ലോ. അവർക്കും ഒരു ഇഷ്ടമാവില്ല, അവർ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് തള്ളിയിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പച്ചപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്.
അപ്പോൾ ദേ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ആമി ചെയ്ത് വെക്കുന്ന പണിയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചൊക്കെ കൊടുക്കും. എന്ന് വെച്ചാൽ വേറെ വെക്കേഷനായിട്ട് വേറെ ഒരു ഇതും ഇല്ലല്ലോ ഇവർക്ക്. അപ്പോൾ ബോറടി ആവണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് സമയമൊക്കെ കളയും ആള്. അപ്പം പെട്ടെന്ന് ഇനി കറി എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു കഷ്ണം ചേന ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചേനയും പരിപ്പും കൂടിയിട്ട് വെക്കാമെന്ന്. സാധാരണ നമുക്ക് വലകെട്ടുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെമ്മീനോ മീനോ എന്തൊക്കെ എപ്പോഴും കാണും. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ 2-3 ദിവസമായിട്ട് പണിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒന്നുമില്ല. അപ്പോൾ ഇത് 2 പാക്കറ്റ് ഉണക്കമീനും ഉണ്ടായിരുന്നു. ഇത് എന്ത് മീനാണെന്നൂടെ അറിയില്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിയതാണ്. സാധാരണ ഇവിടെ മറ്റേ നങ്ക് അതും മാന്തലില്ലേ അതും കൊഴുവ അതൊക്കെ വാങ്ങിക്കാറുള്ളൂ. പക്ഷെ ഇതിപ്പോൾ വേറൊരു മീനായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഇതെന്താ ഇത് വാങ്ങിച്ചെന്ന്. അങ്ങനെ അത് രണ്ടും അല്ലാതെ ഞങ്ങളങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ വിചാരിച്ചൊന്ന് കഴുകിയൊക്കെ എടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കണത് എപ്പോഴും കഴുകിയെടുക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടൊക്കെയാണ് വൃത്തിയായിട്ടൊക്കെ ഉണക്കുന്നത്. ഇതിപ്പോൾ എവിടെയിട്ടാണ് എങ്ങനെയാണ് കഴുകാതെയാണോ ഉണക്കിയതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് കഴുകിയിട്ടെടുത്താൽ കുഴപ്പമില്ലല്ലോ. ഞാനപ്പോൾ അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് വെള്ളത്തിലിട്ടിട്ടോ, അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ അങ്ങ് പോയി കിട്ടുവേ. അപ്പോൾ ആ നേരത്ത് വേഗം അങ്ങ് പരിപ്പെടുത്തിട്ട് വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി ചേന അരിഞ്ഞെടുക്കുന്നതും ഒരു ടാസ്ക്കാണ്. എനിക്ക് തൊട്ടാൽ മതി അപ്പോൾ തന്നെ എൻ്റെ കൈ ചൊറിയാൻ തുടങ്ങും. ദൈവമേ, ഇതെങ്ങനെ. സാധാരണ ഞാനുണ്ടല്ലോ ഗ്ലൗസ് എടുത്ത് ഇടാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഗ്ലൗസ് നോക്കിയിട്ട് ഇവിടെ കാണുന്നുമില്ലെന്നേ. അപ്പോൾ എന്തായാലും അരിഞ്ഞെടുക്കാതെ വേറെ വഴിയില്ല. അങ്ങനെ ചേന അരിഞ്ഞൊന്ന് എടുക്കണം. അത് എനിക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എന്നാലും ചെയ്യാതെ പറ്റില്ല. കാരണം ഇന്നിപ്പോൾ വേറെ ഒന്നും തന്നെ ഇവിടെ ഇരിപ്പില്ല കേട്ടോ. ഞങ്ങൾ ഉണ്ടായതും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പച്ചക്കറി ഇരിപ്പില്ല. അപ്പോൾ ഇത് ആമിക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തണ്ണിമത്തൻ ഇരിപ്പുണ്ട്, എന്നാൽ അതൊന്ന് അരിഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആമി ഉണ്ടല്ലോ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് ബൂസ്റ്റ് കണ്ടു അപ്പോൾ ആൾക്കത് കഴിക്കണം ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. അപ്പം ഞാൻ എന്നാൽ വേഗം പരിപ്പ് അങ്ങോട്ട് ഒന്ന് വെച്ചെന്നാൽ ചേനയും കൂടി വെച്ച് വേഗം ഒരു കറിയാക്കാമല്ലോ. അപ്പം സത്യത്തിൽ വിശക്കുന്നുണ്ടാവും കേട്ടോ കുട്ടികൾക്ക്, ഇത്രയും നേരം ആയില്ലേ. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ആ തണ്ണിമത്തനങ്ങ് എനിക്കും വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊന്ന് കഴിച്ചെങ്കിൽ ഒരു തൽക്കാല ആശ്വാസം ആയേനെ. പക്ഷേ ഈ ചേന അരിഞ്ഞൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് സമാധാനത്തിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചേന തൊടാതെ ഞാൻ അരിഞ്ഞെടുക്കും കേട്ടോ. എനിക്കൊന്നും തൊട്ടാൽ മതി, അപ്പം തന്നെ ചൊറിയാൻ തുടങ്ങുവേ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ചേന അങ്ങ് വെന്ത് തുടങ്ങുമ്പോഴേക്കും ഉണ്ടല്ലോ ഈ നമ്മുടെ കയ്യിൽ ചൊറിച്ചിലൊക്കെ മാറാറുണ്ട്. അത് എന്താണെന്നറിയില്ല, അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചേന അടുപ്പത്തിങ്ങനെ വേവാകുമ്പോഴേക്കും കൈച്ചൊറിച്ചിൽ മാറുമെന്ന്. അപ്പം ആ സമയം വരെ ഒന്ന് സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് അധികമൊന്നുമില്ല കേട്ടോ, ഒരു കഷ്ണമുള്ളൂ. കാരണം ഇവിടെ ഞാനും പിന്നെ ചേട്ടനും മാത്രമേ അങ്ങനെ കൂട്ടുള്ളൂ. ആമിയും ഗൗതമൊന്നും വലുതായിട്ട് കൂട്ടില്ല. എന്നാലും ഒരു കറി ആകുമല്ലോ, ഒരു കറിയുടെ ഒരു നമ്പർ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. ഈ തട്ടിക്കൂട്ട് ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ പാടട്ടോ. സത്യത്തിലൊരു മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മീൻ കറി വെച്ചൊരു തോരനും ഉണ്ടാക്കിയാൽ നമ്മുടെ ജോലി കഴിയും. ഇതിപ്പോൾ തട്ടിക്കൂട്ട് ഉണ്ടാക്കാൻ നിന്നാലുണ്ടല്ലോ ഒരു കറിയൊന്നും പോരാ, അത് വേണം ഇത് വേണം, പിന്നെ എന്തായാലും പപ്പടം വേണം, മോര് വേണം, മുട്ട വേണം, ഇപ്പം ചേന വേണം. അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി കറിയാവും, നമ്മൾക്ക് വെറുതെ സമയവും പോകും. നേരെ മറിച്ച് ഒരു മീനുണ്ടെങ്കിൽ അതങ്ങ് വെച്ചാലുണ്ടല്ലോ പണി കഴിഞ്ഞു. അതാകുമ്പോൾ എല്ലാവരും കൂട്ടുകയും ചെയ്യും. പക്ഷേ മീനൊന്നും തന്നെ ഇല്ല. പിന്നെ ഇപ്പോൾ ഉച്ച സമയമൊക്കെ ആയില്ലേ, മീൻകാരും എല്ലാവരും വന്ന് പോയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതങ്ങ് വേഗം ശരിയാക്കി എടുക്കാം. ഒരു ദിവസം ഇങ്ങനെയൊക്കെയും കൂട്ടണ്ടേ അല്ലേ. അപ്പം ഞാനുണ്ടല്ലോ ആ മീൻ കുറച്ച് ചെതമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതും ഒന്ന് കഴുകി വാറ്റിക്കൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോയിരിക്കുമല്ലോ. അപ്പം ഞാനുണ്ടല്ലോ പരിപ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പിന് കുറച്ച് വേവുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഷിപ്പ് യാർഡ് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന പരിപ്പിനുണ്ടല്ലോ
അത്യാവശ്യം വേവുണ്ട്. സാധാരണ പരിപ്പൊക്കെ ഒരു 2 വിസിലൊക്കെ മതിയല്ലോ. ഇതൊരു 4 എണ്ണമൊക്കെ കേൾക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2 എണ്ണമൊക്കെ കേട്ടിട്ട് 2 വിസിലൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ ചേന പെട്ടെന്ന് വെന്തുടഞ്ഞു പോകുമല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് പരിപ്പ് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് അടുപ്പത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി അതിലേക്ക് ചേന ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഒന്നുകൂടി തുറന്നിട്ട് ഒന്നുകൂടി ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചാൽ മതി. അപ്പോൾ ഉണ്ടല്ലോ ഈ 2 എന്നുള്ളത് ഒരു 3 4 വട്ടം ആയിട്ടോ. ഞാൻ പെട്ടെന്ന് വന്നിട്ട് അത് വെള്ളത്തിലേക്കൊന്ന് ആക്കി വെച്ചതാണേ. ഏറിന് പോകാൻ നിന്നാൽ പരിപ്പങ്ങ് വെന്തുടഞ്ഞു പോകുമല്ലോ. എന്നിട്ട് തുറന്നിട്ട് ആ ചേനയും കൂടി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്കും എന്തേ വിശന്നിട്ട് എല്ലാവരും റൂമിൽ നിന്നൊക്കെ പുറത്ത് ചാടി തുടങ്ങിയിട്ട് എത്ര നേരം അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് തണ്ണിമത്തനൊക്കെ എടുത്തിട്ട് അന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനും പറഞ്ഞു അതിപ്പോൾ കഴിച്ചതും തൽക്കാലം ആശ്വാസം. അപ്പോഴേക്ക് ചോറും കറിയൊക്കെ ആയി വരുമെന്ന് അപ്പം ഞാൻ പെട്ടെന്നൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചേ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, തണ്ണിമത്തൻ കഴിച്ചൊക്കെ ഇരിക്കുമ്പോഴേക്കും വിശപ്പൊക്കെ പകുതി കേടും. അപ്പോഴേ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, സാവധാനം ഉണ്ടാക്കിയാൽ മതി, ഇതിപ്പോൾ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളതൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോറുണ്ടല്ലോ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചെന്നാണുണ്ടല്ലോ. നമ്മൾ കറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് സെറ്റാവുമല്ലോ. അപ്പോൾ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, കുടിവെള്ളവും തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഉണക്കമീനും വറുക്കണം, പിന്നെ കുറച്ച് തൈര് ഇരിപ്പുണ്ട്, അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ പപ്പടം എന്തായാലും വേണം ഇവർക്ക്. ഇങ്ങനെ തട്ടിക്കൂട്ട് കറിയൊക്കെ ആകുമ്പോൾ പപ്പടം ഉള്ളത് ഇഷ്ടമാണ്. അപ്പം പപ്പടവും കൂടി കഴിച്ചോളും, ഇഷ്ടമാണത്. അപ്പോൾ പപ്പടവും കൂടി വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാം പടപടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ തണ്ണിമത്തനൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്തെടുത്താലും ആദ്യം കൊടുക്കുന്ന ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് കൊടുത്തിട്ടേ നമ്മൾ കഴിക്കാറുള്ളൂ. നമ്മളിങ്ങനെ എടുക്കുമ്പോഴല്ലോ അതാ ജനലിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് അതെന്തെടുത്താലും അതിപ്പോൾ കർട്ടൻ ഇട്ടിട്ടുണ്ടെങ്കിലും ആളെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ എന്തെടുത്താലും ആൾ കാണും കേട്ടോ. അപ്പോൾ ആൾക്കാണ് ആദ്യം കൊടുക്കുന്നത്, നമ്മുടെ മീനൂട്ടി. അപ്പോൾ ആൾക്ക് കൊണ്ട് എത്ര നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതെടുക്കുന്നത് കണ്ടിട്ട്. വേണ്ട എങ്ങനെ കാണുന്നു എങ്ങനെ മനസ്സിലാവുന്നു എന്നറിയില്ല കേട്ടോ. ഞാൻ ഫ്രിഡ്ജ് തുറക്കണ ശബ്ദം ഒന്ന് കേട്ടാൽ മതി, അപ്പം തുടങ്ങി അവൾക്ക് അറിയാൻ തുടങ്ങും. അവൾക്കറിയാം ഫ്രിഡ്ജിലാണല്ലോ ഫ്രൂട്ട്സൊക്കെ വെക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും ഇത് വിശപ്പ് ഭ്രാന്ത് വേണ്ടെന്ന് പറഞ്ഞ ആമിയാണേ ഇപ്പം ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതാണ് എന്നെ കണ്ടപ്പോൾ ഒരാളങ്ങ് ചമ്മിയിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴേ ഇവിടെ നല്ല കാറ്റ് കേട്ടോ, നല്ല സുഖം ഇങ്ങോട്ട് വന്നിട്ട്. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ഇരിക്കാറൊന്നുമില്ലല്ലോ, എപ്പോഴും ഈ പോകൽ ഈ സമയത്തൊന്നും വീട്ടിലങ്ങനെ ഉണ്ടാകാറേയില്ല. പിന്നെ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോഴാണെങ്കിൽ ഒത്തിരി ജോലി ഉണ്ടാവും. എൻ്റെ ദൈവമേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്താലും തീരാത്തത്ര ജോലി ഉണ്ടാവും ഒരു ദിവസം കിട്ടുമ്പോഴേക്കും. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ടിട്ട് നമുക്ക് ഈ സമയത്തൊക്കെ അല്ലേ ലീവൊക്കെ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകുകയും വരെയും ചെയ്യുവാണ് കേട്ടോ ഓഫീസിലൊക്കെ. അപ്പോൾ ഇന്ന് പോകണ്ടായിരുന്ന കാരണം നമുക്കിങ്ങനെ ഇതൊക്കെ കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കാനൊക്കെ പറ്റി. അപ്പം നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ, ചൂടറിയുന്നേ ഇല്ല ഇവിടെ ഇരുന്നിട്ട്. പിന്നെ ഞാൻ വീണ്ടും വന്നപ്പോൾ എൻ്റെ ചേനയും പരിപ്പതൊക്കെ വെന്ത് റെഡിയായി ഇരിപ്പുണ്ട്. ഇനി ഒന്ന് ആഞ്ഞു പിടിച്ചിട്ട് വേണം പെട്ടെന്ന് കറിയാക്കി എടുത്താൽ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചേനയും പരിപ്പും കൂടി ഒന്ന് മെഴുക്ക് പുരട്ടി എടുക്കാം, പിന്നെ ഉണക്കമീൻ വറുക്കാം. അപ്പം നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ 2 മുട്ട ഇരിക്കുന്ന കണ്ടു, എന്നാൽ അതും ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ പെട്ടെന്ന് ഞാൻ ജോലികളൊക്കെ തീർക്കണം. അപ്പോൾ ചേന വെന്തോ നോക്കുവാണ് കേട്ടോ. വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വേകുന്ന ചേനയായിരുന്നു. പരിപ്പ് ഇത്തിരി ഉടഞ്ഞു പോയായിരുന്നേ. അപ്പം ഞാനത് താളിക്കാനായിട്ട് എൻ്റെ ചട്ടി എടുത്ത്, ആ മൺചട്ടി ഉണ്ടല്ലോ കുറേ നേരം എടുക്കും കേട്ടോ അതൊന്ന് ചൂടായി വരാൻ. പക്ഷെ ചൂട് പിടിച്ചാൽ പിന്നെ കുറേ നേരത്തേക്ക് നല്ല ചൂടായിരിക്കും. അതായത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്താലും അതങ്ങ് കിടന്ന് തിളക്കും അതിലുള്ള സംഭവം കേട്ടോ. നമുക്ക് അതായത് ഇപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നാലും കറി അവിടെ റെഡി ആയിരുന്നോളൂ കേട്ടോ. പാകത്തിന് വെള്ളമൊക്കെ വറ്റി അങ്ങനെ റെഡി ആയിരിക്കും കേട്ടോ നമുക്ക്. പക്ഷെ ചൂടായി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തൈരിലേക്കിട്ട് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് പുളിയുള്ളതായിരുന്നേ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉള്ളി ചതച്ചതും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടെടുത്ത് കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തെങ്കിൽ
ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ കറിവേപ്പിലയൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. ഇനി എല്ലാം വാങ്ങിയിട്ട് വേണം, ഞങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ, അതുകൊണ്ട് ഒന്നും തന്നെ ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ പെട്ടെന്ന് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ചേന അങ്ങ് മെഴുക്ക് വരട്ടി എടുക്കുവാണേ. അപ്പോൾ ഗൗതം വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്താണ് കറി എന്നൊക്കെ. അപ്പോൾ ആൾക്ക് ചേനയും പരിപ്പും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നെറ്റിയൊക്കെ ചുളിഞ്ഞു. പിന്നെ ഉണക്കമീനും പപ്പടവും തൈരും എന്ന് കേട്ടപ്പോൾ ഇത്തിരി സമാധാനമായി. അതാണ് ആളിതൊന്നും കഴിക്കൂല, അതാണൊരു ബുദ്ധിമുട്ട് നമുക്ക് ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ആൾ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് ഞാൻ പറയും, നീ വെജിറ്റബിൾസ് കൂട്ടണം, അവിടെ പറഞ്ഞിട്ടില്ലേ കൂട്ടണം എന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ ഇപ്പോൾ ഓരോന്ന് ആളെ കൊണ്ട് കൂട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു മെനു ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അമ്മ ഇതാണ് തന്നേക്കണത്, രാവിലെ ഇത്ര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 10 മണിക്ക് 2 മുട്ട, ഏത്തപ്പഴം, പാല്, പിന്നെ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ ഇത് എൻ്റെ ചേനക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വേഗം അതങ്ങ് മാറ്റിയിട്ട് ഞാൻ നമ്മുടെ ഉണക്കമീൻ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടുകൊണ്ടുണ്ടല്ലോ അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം കേട്ടോ പിന്നെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിക്കാൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണക്കമീൻ വറുക്കുന്നത്. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് വറുക്കുന്നത്. ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണെങ്കിൽ കഴുകിയിട്ട് അതൊന്ന് വെറുതെ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കും കേട്ടോ, കാരണം അതിൻ്റെ വെള്ളം മയമൊക്കെ മാറാനായിട്ട്. എന്നിട്ടാണ് നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ട് പിന്നെ ഉള്ളിയും മുളകും ഉപ്പും എല്ലാം കൂടി ചതച്ചിട്ട്, ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ചില മീൻ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ ചിലതൊക്കെ പോവും, പക്ഷെ ചില മീനിൻ്റെ പോവില്ല കേട്ടോ. ഇപ്പം ഈ എടുത്ത മീനിൻ്റെ ഉപ്പ് അധികം പോയിട്ടില്ല, നല്ല കട്ടിക്കിട്ട് വെച്ചേക്കണ ഉപ്പായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പിടേണ്ടി വന്നില്ല, ഞാൻ ഉള്ളിയും മുളകും ഒക്കെ ചതച്ചിട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചൂടായതുകൊണ്ടായിരിക്കും കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ അടുക്കളയിലാണെങ്കിൽ ഈ ഭാഗത്ത് ഷീറ്റ് ആയതുകൊണ്ടിട്ടേ ഭയങ്കര ചൂടാണേ. അപ്പം പിന്നെ മുട്ടയും കൂടി അങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. മുട്ട കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചെന്നാൽ ഇങ്ങനെ നല്ല പ്ലഫി ആയിട്ട് കിട്ടുമല്ലോ. അപ്പം അതിവിടെ ആമിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. സത്യത്തിലൊരു മീൻകറി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എല്ലാ ജോലിയും കഴിഞ്ഞു. രാവിലെയും വൈകിട്ട് പിന്നെ ഒന്നും ഒപ്പിക്കാൻ നിൽക്കണ്ട. ഇതിനിപ്പോൾ വൈകുന്നേരത്തേക്ക് ഞാൻ ഇനി വേറെ എന്തെങ്കിലും റെഡിയാക്കണം. ഇതൊക്കെ ഇപ്പം തന്നെ തീരുമല്ലോ, ഈ തട്ടിക്കൂട്ട് കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇതിനിടയ്ക്ക് എന്നെ കൊണ്ട് പപ്പടവും വറുപ്പിച്ചിട്ടോ, പപ്പടവും വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടെന്നാൽ എനിക്ക് പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാൽ അതൊക്കെ ഒന്ന് വേഗം കഴുകി ഒതുക്കി വെച്ചിട്ട് ചോറെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വേഗം കഴുകി പെറുക്കിയൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട്, എനിക്കിങ്ങനെ പാത്രമൊക്കെ സിങ്കിലൊക്കെ ഇങ്ങനെ കണ്ടെന്നാലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു മാനസിക ബുദ്ധിമുട്ടാണേ. അപ്പോൾ ഇതെല്ലാം എടുത്ത് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം ചോറെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും വിശന്നങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ 2 മണിയാകുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 12:30-ക്ക് തുടങ്ങി ഈ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളവും ഈ തണ്ണിമത്തനൊക്കെ കഴിച്ചുകൊണ്ടാണ് എല്ലാവരും അങ്ങ് ഇരുന്നത്. ആർക്കും അത്ര അങ്ങനെ വിശപ്പായില്ല. അപ്പം 2 മണി ആയതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കിയതുണ്ട്. ചേനക്കൂട്ടാനും പിന്നെ മുട്ട പൊരിച്ചതും പപ്പടവും പിന്നെ ഉണക്കമീൻ കണ്ടോ. ഇപ്പോൾ കറി ഇല്ല എന്ന് പറഞ്ഞ് ഇരുന്ന് ഒത്തിരി കറിയായി. പിന്നെ നമ്മുടെ പച്ചമോര് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ ആമിക്കൊന്നും വേണ്ട കേട്ടോ, ആൾക്കിത് മാത്രം മതി. ഈ മോര് കൂട്ടി ആളങ്ങ് ചോറ് കഴിച്ചോളും. അപ്പോൾ അതാണ് ഞാൻ പിന്നെ പെട്ടെന്ന് അതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ചോറൊക്കെ ശരിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികളൊക്കെ. എന്നാൽ പിന്നെ ചോറ് കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. സത്യത്തിൽ എനിക്കും ഇപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ടേ. ചോറൊക്കെ കഴിച്ചിട്ട് വരാവേ. പിന്നെ ഇല്ലേ, എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് ഹെൽപ്പ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇത് ചോറൊക്കെ കഴിച്ചിട്ടേ, കായലിൻ്റെ അവിടെയാണെങ്കിൽ നല്ല കാറ്റായിരുന്നല്ലോ. ഞാൻ അന്നേരം അവിടെ ഇരുന്നപ്പോഴേ അടുക്കള ഭാഗത്ത് ഇരുന്നപ്പോൾ നല്ല കാറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇത്തിരി നേരം ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇറങ്ങുന്നത് കണ്ടിട്ട് വാമിക്കും എൻ്റെ കൂടെ കൂടിയതാണ്. ഇതുകൊണ്ട് നിറയെ വലകളൊക്കെ എടുത്ത് വെച്ചേക്കണം. ഇപ്പോൾ പണിയില്ലാത്തത് കൊണ്ടിട്ടേ മീൻ പിടിക്കാനുള്ള പണിയില്ല നമുക്ക്. അതുകൊണ്ട് ഇത് വലകളെല്ലാം ഇവിടെ തന്നെ ഇട്ടിട്ട് ഉണക്കിയൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ ആൾ.
ആളുകൾ. അപ്പോൾ വാമിക്കും കൂടി വന്നിട്ടോ, അവനവിടെ ഇരിക്കുവാണ്. അവനങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ചേട്ടൻ എന്നോട് പറയണേ, എടുത്ത് മടിയിലെടുത്ത് ആളെ വെള്ളത്തിലേക്ക് അങ്ങ് ചാടാൻ പോകുന്ന പോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ, നല്ല കാറ്റാണ്, ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ സത്യത്തിൽ ഇവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോവും, അത്രയും കാറ്റാണ്. നമുക്ക് എന്താ പറയുക, ഫാനും ഇതൊന്നും ഇട്ടിരിക്കേണ്ടത്, ഇവിടെ ഇങ്ങനെ വന്നിരുന്നാൽ മതി. നല്ല സുഖമാണ്. ഇപ്പോൾ ഒത്തിരി ദിവസമായി ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട്. കാരണം എപ്പോഴും ഒത്തിരി ഇപ്പം നമുക്ക് കല്യാണമൊക്കെ ആയിരുന്നു, പിന്നെ ഓരോരോ പരിപാടികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ഒന്ന് വന്നിരിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ വല കേട്ടോ. അപ്പോൾ വലയൊക്കെ ഉണക്കാനൊക്കെ ഇട്ടേക്കുവാണ് ഇവിടെ. പിന്നെ കീറിയ വലയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അവർ തുന്നി കൂട്ടുകയൊക്കെ ചെയ്യും ഈ സമയത്തിട്ട്. പണിയില്ലാത്തപ്പോഴേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളല്ലോ. അപ്പോൾ പണിയില്ലാത്ത സമയത്ത് ഇങ്ങനെ ഇരുന്ന് വലയുടെ പണികളൊക്കെ തീർത്തൊക്കെ വെക്കും. അപ്പോൾ ഇനി 2-3 ദിവസം കഴിയുമ്പോഴേക്കും പണി തുടങ്ങും. അപ്പോഴേ ആമിക്ക് കഴിഞ്ഞ ദിവസം സൈക്കിൾ വാങ്ങിയായിരുന്നല്ലോ. അപ്പോൾ ആമി എന്നോടൊരു ചോദ്യം, അമ്മയ്ക്ക് അറിയാമോന്ന്. എന്നാൽ പിന്നെ അത് കാണിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനും വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് കയറിയപ്പോൾ ഞാനും വിചാരിച്ചിട്ട് കയറാൻ പണ്ടത്തെ ഒരു ഓർമ്മയിലങ്ങ് ചവിട്ടി നോക്കിയതാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോൾ ഇച്ചിരി ബോഡി വെയിറ്റൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് തോന്നി. വാമിക്ക് ഇത് എന്നെ കണ്ടിട്ട് അവൻ അത്ഭുതം കേട്ടോ, അയ്യോ അമ്മ സൈക്കിൾ ചവിട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.